പോക്കറ്റടിക്കാണ്ട സ്ഥലം അവനെ അടിച്ചവന്റെ പല്ലു കൊടുക്കണം അവന്. എണീക്കണം അവിടുന്ന്, എണീക്ക്. നിന്നെ അടിച്ചതിന്റെ അവന്റെ അഭിനയ ശരിയാക്കാം. നിന്നെ കൊണ്ട് കുറെ എണ്ണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് നീ വിചാരിച്ചത്? എല്ലാ കാലത്തും നിന്റെ അഭിനയം നിന്റെ കരച്ചില എനിക്ക് വാടങ്ങോട്ട് പോക്കറ്റ് അടിക്കാരനാ. ഇവനെ ഒന്ന് ഇത് ചെയ്താ പോരാ, തുണി അഴിച്ച് പറച്ചിട്ട് കെട്ടി തൂക്കണം. അതാ വേണ്ടത്. കൊള്ള പന്നി. മതി മതി, ഇനി തല്ലിയവൻ ചത്തു. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. ചത്തല്ലേ നീ? ആ മൊബൈലിൽ കണ്ടേ? ഹലോ സാർ, ഇവിടെ ഒരു പോക്കറ്റടിക്കാരൻ കുറുപ്പമ്പടി ജംഗ്ഷനിൽ സാർ. അതെ അതെ, ജംഗ്ഷനിൽ കുറെ പേര് ചേർന്ന് പിടിച്ചാ സാറേ. അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ശരി സാറേ. എന്ത് പറ്റി സാർ? എന്റെ പേഴ്സ് കാണുന്നില്ല. എവിടെ? ബില്ല് നോക്കട്ടെ സാറേ. അങ്ങനെ വരട്ടെ. വെറുതെ അല്ല പേഴ്സ് കാണാതെ. പ്രോൺ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ, മട്ടൻ ചാപ്സ്, ഇതൊന്നും പോരാണ്ട് ഒരു മൂസമ്പി. പിന്നെ എങ്ങനെ പേഴ്സ് പോകാണ്ടിരിക്കും? എന്താ സാറേ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. അതെ സാറേ, ഇതിനകത്തേക്ക് കയറുമ്പം പോക്കറ്റിൽ പേഴ്സ് ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിര കടമല്ലേ. വേഷവും കിട്ടി ഇറങ്ങിക്കോളും. ബാക്കിയുള്ളവൻ ഇങ്ങനെ നിന്നാ പറ്റോ? സാർ ഇങ്ങോട്ട് വന്നേ. സാറേ, എന്റെ ബാഗ് ഇവിടെ ഇരുന്നോട്ടെ സാറേ. ഞാൻ നാളെ പോയിട്ട് കാശുമായിട്ട് വരാം സാറേ. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കാശില്ലേ? വേണ്ട, മറ്റന്നാളോ അടുത്ത ആഴ്ചയോ സൗകര്യം പോലെ തന്നാ മതി. എനിക്കൊരു ധൃതിയും ഇല്ല സാറേ. എൻ്റെ വീട് തുറവൂരാണ് സാറേ. ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നാണ് സാറേ. ഇനിയും വൈകി എൻ്റെ ട്രെയിൻ മിസ്സാവും സാറേ. പ്ലീസ് സാറേ. അതെ, കാശില്ലാതെ നീ ഇനി ട്രെയിനിൽ കയറി ടിക്കറ്റ് ഇല്ലാണ്ട് TTR പിടിച്ച് ഫൈൻ അടക്കാൻ കാശില്ലാതെ, അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടല്ലേ സാറേ? സാറേ ഞാൻ പറ്റിക്കൂല സാറേ. എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ സാറേ. ഇനി എന്നെ കാണാതെ അമ്മ വിഷമിക്കും സാറേ. സാറേ 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 പ്ലീസ് സാറേ. എന്താ സാറേ പ്ലീസ്? എന്നൊരു കാര്യം ചെയ്യും, തിന്നൊരു ആശ്വസിച്ചിട്ട് നോക്കും. എൻ്റെ വേറെ കാശില്ല സാറേ. ഇതെന്തിനകത്ത് നല്ല ഗാനമുണ്ടല്ലോ. ഡ്രസ്സാണ് സാറേ. ഡ്രസ്സും ബാഗും കൊള്ളാം. ഫ്രൈഡ് റൈസിന്റെ കാശായി. എന്നാലും കിടക്കല്ലേ മട്ടൻ ചാപ്സും ചിക്കൻ ഫ്രൈയും മുസംബി ജ്യൂസും. ഒരു കാര്യം ചെയ്യ്, ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കൂടി മേടിക്കും. അയ്യോ, എനിക്കിടാൻ വേറെ ഡ്രസ്സ് ഇല്ല സാറേ. ഇതെടുത്തോണ്ട് പോയാ മതി. അപ്പ പിന്നെ സൗകര്യായി. വീട്ടുകാരും കാശ് വയ്ക്കില്ല, സുഖമായി വീട്ടിലെത്താം. ഇതൊക്കെ ഇവിടെ ഭദ്രമായി വെച്ചേക്കാം. നാളെ കാശ് തന്നിട്ട് എടുത്തോണ്ട് പോയിക്കോ. കാശില്ല പോലും എന്നിട്ട് തിന്നാനിറങ്ങിയിരിക്കുന്നു. തുണിയില്ലാതെ റോഡിലൂടെ നടന്നാലും നീക്ക പഠിക്കൂ. അവന്റെ ഒരു മോങ്ങല്. വേഗം വേഗം അടിക്കാൻ. 5 പൈസ കയ്യില്ലാതെ നേരെ കയറി വന്നോളൂ ഹോട്ടലിലേക്ക്. എന്നിട്ട് കാശ് ചോദിച്ചാ കാശില്ല. പേഴ്സ് പോയി. നാട്ടുകാർ മൊത്തം കാണണ്ട. കാണാൻ കേട്ടവൻ.
നിങ്ങൾ എന്ത് മര്യാദയാണ് അവിടെ കാണിക്കുന്നത്? എന്നാലേ കാശ് താന്നാടോ, വെറുതെ ഭക്ഷണം കൊടുക്കാനേ. ഇത് അഗ്രിയൊന്നും ഹോട്ടലാ, ഹോട്ടല്. എത്രയാളുടെ കാശ്? 120 രൂപ. വേറൊന്നും വിചാരിക്കില്ല സാറേ, ഞങ്ങള് താൻ കൂടുതലൊന്നും സംസാരിക്കരുത് കേട്ടോ, പറഞ്ഞേക്കോ. വാടോ. അവൻ്റെ ഒരു കൂപ്പിലെ ഹോട്ടലും ബില്ലും ഓർത്തിങ്ങാ തന്നെ കൊണ്ടോരൊക്കെ ഇറങ്ങിയിരുന്നു. വാടോ. എന്താ പേര്? ശ്യാം. നിങ്ങളെ ദൈവമാണ് എൻ്റെ അടുത്ത് എത്തിച്ചത്. പേര്? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ്? എടുത്തോളൂ. അപ്പൊ പൈസ മുഴുവൻ ഉണ്ടോ നോക്കിയേ. നന്ദി, വളരെ നന്ദി. നിങ്ങൾ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ജനിച്ചു. ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി ഡാ എണീരടാ. നീന്റെ എന്താടാ പറ്റിയേ? എണീറ്റാ. വെറുതെ അഭ്യാസം കാണിക്കല്ലേ. എന്താടാ നിന്റെ പേര്? പേരെന്താടാ? എവിടെടാ നിന്റെ വീട്? എന്താടാ നിന്റെ പേര്? അവന്റെ വെള്ളം. വെള്ളമൊക്കെ സ്റ്റേഷനിൽ ചെന്ന് ഞാൻ കുടിപ്പിക്കാം. നീടാ.